വെയിൽ കൊണ്ട് വെള്ളപ്പാടുകളിൽ കുഞ്ഞു കുഞ്ഞു ബ്രൗൺ സ്പോട്ട്സ് നിറയാൻ തുടങ്ങി. പക്ഷെ വിറ്റിലിഗോയിൽ കാര്യമായ ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. പകർച്ചവ്യാധി പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ ദോഷമുള്ളതുപോലെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്തിരുന്നത്. പരിഹാസം അല്ലെങ്കിൽ സഹതാപം കലർന്നുള്ള പലരുടെയും പെരുമാറ്റങ്ങൾ, ഡേർട്ടി പാച്ചസ് ഉള്ള സ്കിൻ എന്ന് പറഞ്ഞ് സ്കൂളിൽ കളിയാക്കിയിരുന്ന പലരും പിന്നീട് എന്നോട് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ അന്വേഷിക്കുന്നത്. എൻ്റെ സ്വന്തം ഫാമിലി ഫോട്ടോയിൽ നിന്നും ഒരു ഫോട്ടോഗ്രാഫർ എന്നെ മാറ്റി നിർത്തിയ ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ചിലരെങ്കിലും അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ അതിനു പിന്നാലെ ഒരുപാട് കഠിന പ്രയത്നത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കഥയുണ്ട്. ജീവിതത്തിൽ നേരിട്ട പല തിരിച്ചടികളെയും തിരിച്ചുവരവുകളാക്കി മാറ്റിയ ഒരു കഥ. നമസ്കാരം, എൻ്റെ പേര് മിനി മേനോൻ. ജനിച്ചു വളർന്നത് പാലക്കാടാണ്. ഇപ്പോൾ ബോംബെയിൽ സെറ്റിൽഡാണ്. അസുഖത്തിന് മുമ്പിൽ പകച്ചു നിന്ന ഒരു 13 വയസ്സുകാരി പെൺകുട്ടിയിൽ നിന്നും ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അഹം റൂട്ട്സ് എന്ന ഒരു ബ്രാൻഡിൻ്റെ കോ ഫൗണ്ടറിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. 13 വയസ്സിലാണ് എൻ്റെ മുഖത്ത് വെളുത്ത പാടുകൾ കാണാൻ തുടങ്ങിയത്. ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല. പക്ഷെ പാടുകൾ പടരാൻ തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ടെൻഷനായി. കുറേയേറെ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു. വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു അസുഖത്തിൻ്റെ തുടക്കമായിരുന്നു അത്. 10-30 വർഷം മുമ്പുള്ള കാര്യമാണെന്ന് ആലോചിക്കണം. ഇന്നത്തെ പോലെ ബോഡി പോസിറ്റിവിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളോ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചുള്ള അവെയർനെസ്സോ ഒന്നും വന്നില്ല. ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്ന ആൾക്കാരെ പകർച്ചവ്യാധി പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ ദോഷമുള്ളതുപോലെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്തിരുന്നത്. പല ഫാമിലി ഫങ്ഷൻസിൽ പോകുമ്പോഴും ആൾക്കാരെ കാണുമ്പോഴും അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. പരിഹാസം അല്ലെങ്കിൽ സഹതാപം കലർന്നുള്ള പലരുടെയും പെരുമാറ്റങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസം തകർത്ത സംഭവങ്ങളായിരുന്നു അതൊക്കെ. ബാംഗ്ലൂരിൽ ഒരു ഡോക്ടറുടെ കീഴിൽ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. നട്ടുച്ച വെയിൽ കൊള്ളണം, അതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാന ഭാഗം. കൂടെ മരുന്നുകളുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഉള്ള വെയിൽ കൊള്ളണം. കഴുത്ത് ചരിച്ച് എല്ലാ ദിവസവും 1.5-2 മണിക്കൂർ വെയിൽ കൊള്ളാൻ തുടങ്ങി. സ്കൂളുള്ള ദിവസങ്ങളിൽ വെയിൽ കൊള്ളൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്ലേ ഗ്രൗണ്ടിൽ പോയി നിൽക്കണം. മറ്റുള്ള കുട്ടികൾ എന്നെ കണ്ട് കളിയാക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഗ്രൗണ്ടിൽ വെയിൽ കൊണ്ട് എൻ്റെ കൂടെ നടന്നിരുന്ന ശോഭയെ പോലെ ചില കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതേ സമയം തന്നെ എൻ്റെ അവസ്ഥ കണ്ട് ഡാൽമേഷ്യൻ ഇന്ന് ഇരട്ട പേരിട്ട് പരിഹസിച്ച വേറെയും ചിലരുണ്ടായിരുന്നു. മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ച ചില സംഭവങ്ങളായിരുന്നു അത്. പക്ഷെ പിന്നീട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതും ഈ പരിഹാസ വാക്കുകളും ഇങ്ങനത്തെ ആൾക്കാരുമായിരുന്നു. 2-3 വർഷം ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ തുടർന്നു പോയി. വെയിൽ കൊണ്ട് വെള്ളപ്പാടുകളിൽ കുഞ്ഞു കുഞ്ഞു ബ്രൗൺ സ്പോട്ട്സ് നിറയാൻ തുടങ്ങി. പക്ഷെ വിറ്റിലിഗോയിൽ കാര്യമായ ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് സൺ എക്സ്പോഷർ കാരണം സ്കിന്നിന് പക്ഷെ വളരെ വലിയ ഡാമേജാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. സിവിയർ സൺബേൺ ആയിരുന്നു. ഒരുപാട് അൺഈവൻ പാച്ചസ് എൻ്റെ മുഖത്ത് വരാൻ തുടങ്ങി. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പാലക്കാട് വെച്ച് ഡോക്ടർ കൃഷ്ണനുണ്ണി എന്ന പേരുള്ള ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറെ കാണാനിട വരുന്നത്. വളരെ യാദൃശ്ചികമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കർശനമായൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. സ്കിന്ന് ഒരുപാട് ഡാമേജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ കോസ്മെറ്റിക്സും സോപ്സും ഒക്കെ അവോയ്ഡ് ചെയ്യും, നിർത്തുക. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന പയറുപൊടിയോ കടലമാവോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് മതി ഇനിയുള്ള സ്കിൻ കെയർ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്വൈസ്. അസുഖം മാറുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് എന്ത് നിർദ്ദേശമാണെങ്കിലും അഡ്വൈസ് ആണെങ്കിലും അത് ആത്മാർത്ഥമായി സ്വീകരിക്കാൻ അന്ന് ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നിർദ്ദേശം ആയിരുന്നു അത്. എൻ്റെ ജീവിതത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന് തന്നെ അത് വഴിവെച്ചു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം അതൊരു ബിസിനസ് ഐഡിയ ആവുമെന്നോ അല്ലെങ്കിൽ അഹം റൂട്ട്സ് എന്നൊരു സെൽഫ് കെയർ ബ്രാൻഡ് ഞാൻ ലോഞ്ച് ചെയ്യുമെന്നോ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അസുഖം മാറണം, അത് മാത്രമേ അന്നത്തെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് തുടർന്നു കൊണ്ടുപോയി. വിറ്റിലിഗോയിൽ ഒരുപാട് ഭേദം വന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സോപ്പും കോസ്മെറ്റിക്സും എല്ലാം നിർത്തി. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന പൊടികൾ മാത്രം ഉപയോഗിച്ച് അതിൽ കുറച്ച് എൻ്റെ വക എക്സ്പെരിമെൻറ്റ്സ് ചേർത്ത് എൻ്റെ സ്കിൻ കെയർ ഞാൻ തന്നെ തുടങ്ങി.
സ്കിന്നിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. വർഷങ്ങൾ ഇങ്ങനെ പോയി. പാലക്കാട് മേഴ്സി കോളേജിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായി. കോളേജിലെ ചെയർപേഴ്സൺ ആയിരുന്നു. UGC എക്സാം ക്ലിയർ ചെയ്തു. പഠിത്തം കഴിഞ്ഞ് അമൃത കോളേജിൽ ലെക്ചററായി ജോലിക്ക് ജോയിൻ ചെയ്തു. കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ഇൻഫോസിസ്, ആൽക്കട്ടിൽ ലൂസൻറ്റ് എന്ന കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടി എനിക്ക്. 2 പെൺകുട്ടികളുടെ അമ്മയായി. ഇതിനിടയിലാണ് ബോംബെക്ക് ഒരു ഷിഫ്റ്റ്. എൻ്റെ കരിയറിലെ ആദ്യത്തെ ബ്രേക്കായിരുന്നു അത്. വീട്ടിലിരിക്കുന്ന സമയത്തും അതുവരെ ബേക്കിംഗ് അറിയാത്ത ഞാൻ ബേക്കിംഗ് പഠിച്ചു തുടങ്ങി. ഒരു കേക്ക് ആർട്ടിസ്റ്റായി. ദ ബേക്കേഴ്സ് ബ്ലോക്ക് എന്നു പേരുള്ള ഒരു കേക്ക് ബിസിനസ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ കുറച്ച് വലുതായപ്പോൾ തിരിച്ച് കോർപ്പറേറ്റ് ലൈഫിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇതിനിടയിലെല്ലാം ഡോക്ടർ പണ്ട് പറഞ്ഞു തന്ന നിർദ്ദേശം അതേപോലെ ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സോപ്പും കോസ്മെറ്റിക്സും കംപ്ലീറ്റ്ലി നിർത്തി. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും എൻ്റെ കുട്ടികളും യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഞാൻ എൻ്റെ കുട്ടികളിലും പാസ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു. സ്കിന്നിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പണ്ട് പരിഹസിച്ചിരുന്ന പലരും പിന്നീട് എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, നീ ഇത്രയും ഭംഗി എപ്പോൾ വെച്ചു, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വരെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഡേർട്ടി പാച്ചസ് ഉള്ള സ്കിൻ എന്ന് പറഞ്ഞ് സ്കൂളിൽ കളിയാക്കിയിരുന്ന പലരും പിന്നീട് എന്നോട് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്ട്സ് പലതും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. ഉപയോഗിച്ച എല്ലാവരും നല്ല ഫീഡ്ബാക്ക് കൊണ്ട് തിരിച്ചു വന്നു. ഇത് പലർക്കും ഉപകാരം ചെയ്യും, അതുകൊണ്ട് ഇത് ഒരു ബിസിനസ് ആക്കിക്കൂടെ എന്ന് അവർ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കോവിഡ് സമയത്താണ് ഞാനും എൻ്റെ ഫ്രണ്ട് ഉദയും ചേർന്ന് ഇതിനെ ഒരു ബിസിനസ് ആക്കി ഡെവലപ്പ് ചെയ്യാൻ ആലോചന തുടങ്ങുന്നത്. അഹം റൂട്ട്സ് എന്നൊരു ബ്രാൻഡ് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഇല്ലാത്ത ഒരു സ്കിൻ ആൻഡ് ഹെയർ കെയർ ബ്രാൻഡ്, അതായിരുന്നു ഞങ്ങളുടെ വിഷൻ. പതുക്കെ ഞങ്ങൾ ആ ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്ത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് തുടങ്ങി. ആയുഷ് ലൈസൻസ് എടുത്തു. ഒരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്തും അതിൻ്റെ പേരും ബ്രാൻഡ് ഫിലോസഫിയും എല്ലാം ജീവിതത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെൽഫ് എന്ന അർത്ഥം വരുന്ന അഹം റൂട്ട്സ് എന്ന പേര് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ ടാഗ് ലൈൻ ബി ഇൻ യുവർ ഓൺ സ്കിൻ എന്നാണ്. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണ് ബി ഇൻ യുവർ ഓൺ സ്കിൻ. ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധികളിലും നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ സ്നേഹിക്കണം, അംഗീകരിക്കണം, നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആവാൻ എപ്പോഴും ശ്രമിക്കണം. ഇതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ വയസ്സോ ഒന്നും ഒരു പരിമിതിയാവുന്നില്ല. നമ്മൾ നേരിടുന്ന ഏത് ചാലഞ്ചസും ധൈര്യത്തോടെ നേരിടുമ്പോൾ അത് ഓപ്പർച്യൂണിറ്റീസായി മാറുകയാണ്. 35 വയസ്സ് വരെ ബേക്കിംഗ് ഒട്ടും അറിയാതിരുന്ന ഞാൻ ദ ബേക്കേഴ്സ് ബ്ലോക്ക് എന്ന ഒരു ബേക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 40ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ കോർപ്പറേറ്റ് കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. 42ാമത്തെ വയസ്സിൽ അഹം റൂട്ട്സ് എന്ന ഒരു സംരംഭം ഞാൻ തുടങ്ങുന്നു. 44ാമത്തെ വയസ്സിലാണ് എൻ്റെ വളരെ കാലത്തെ സ്വപ്നമായിരുന്ന MBA ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവരെ എന്നും ചേർത്ത് പിടിക്കുക, കൂടെ നിർത്തുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓരോ സ്റ്റെപ്പിലും ജഡ്ജ് ചെയ്യാനും പരിഹസിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും വേറെ പലരും കാണും. അവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് ആക്കുക. ജീവിതം ഒരു സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. സോ ജസ്റ്റ് ബി പ്രൗഡ് ഓഫ് യുവർ ജേർണി. പണ്ട് പരിഹസിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് വന്ന് നീ എങ്ങനെ എത്ര മാറി, നീ എങ്ങനെ ഇങ്ങനെ ഭംഗി വെച്ചു. ചെറിയ പ്രായത്തിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വാക്കും മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതിയും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് ഉള്ള കാര്യത്തിന് ഒരു ഉദാഹരണമാണിത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് ഒരു നിമിഷം ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ്.
പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും. കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് ബോക്സ്.